ഒരു സൺഡേ ആണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പാലക്കാടിൻ്റെ കുറച്ച് ഏരിയ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. പാലക്കാടിൻ്റെ പച്ചപ്പും അതുപോലെ ആ ഒരു സീനറി ഒക്കെ, ബാക്ക്ഗ്രൗണ്ട് സീനറി ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നിരവധി പേരാണ് ഇവിടെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എത്തിയിട്ടുള്ളത്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. വയലൊക്കെ നല്ല അടിപൊളി, നല്ല പച്ചപ്പിൽ കിടക്കുന്നത്. നമുക്കൊരു ട്രെയിൻ പാസ് ചെയ്യണവും കൂടി കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായി. ഇപ്പോൾ ടൈമൊന്നും അറിയാത്തതുകൊണ്ടാണ്. വന്ദേ ഭാരത് വരെ ഈ റൂട്ടിൽ പാസ് ചെയ്യുന്നുണ്ട്. അമ്പലം പരിസരവും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു ട്രെയിൻ യാത്രയും കൂടി ആയപ്പോൾ സംഗതി കളറായി. ഞായറാഴ്ചയുടെ ഒരു വൈബ് ഇവിടെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് സൺഡേ ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം നമുക്ക് തൃശ്ശൂർ കുന്നംകുളം ഏരിയയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ആദ്യം നമുക്ക് ഉത്രാളിക്കാവ് കയറാട്ടോ. ഈ ഒരു സ്ഥലം കണ്ടിട്ടാണ് പോവുകയാണെങ്കിൽ രാവിലെ നല്ല വൈബായിരിക്കും. മോർണിംഗ് എന്തായാലും ഞായറാഴ്ച തന്നെ ഒരു പ്രത്യേക ഒരു മൂഡാണ് ഇവിടെ. പാലക്കാട് യാത്ര ആയതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ തനതായ കാഴ്ചകൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനിയൊരു ചായ കുടിച്ചിട്ടാവാം യാത്ര. അപ്പോൾ അങ്ങനത്തെ ഒരു കട കണ്ടപ്പോൾ എന്തായാലും അവിടെ നിർത്തിയിട്ടുണ്ട്. നല്ല പരിപ്പുവടയും മറ്റുള്ള ഐറ്റംസൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി. ചായക്കട പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്കവിടെ കയറി ചായ കുടിക്കാൻ തോന്നും. എന്തായാലും അവിടെ നിന്നൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സർവൈലക്ക ചായ എങ്ങനെയുണ്ട്? സൂപ്പറായല്ലേ? ഗംഭീരായി. കായവഞ്ചും ചമ്മന്തി പൊളി. യാത്രയ്ക്കായിട്ട് ഞാനും ബ്രദറും സുഹൃത്തും കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഗ്രാമഭംഗി തേടിയിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ കൂടെ കൂട്ടുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി കൊല്ലങ്കോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ. കൊല്ലങ്കോട് റോഡിലേക്ക് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ ഇടത് ഭാഗത്തായിട്ട് ഈ ഒരു ബോർഡ് കാണാം. അതുപോലെ ഈ ഒരു വഴിയും കാണാം. ഇടത് ഭാഗത്തേക്കാണ് കയറി പോകേണ്ടത്. വാമല ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഈ ഒരു വഴി. എന്തായാലും പോകുന്ന വഴിക്ക് പക്ക ഗ്രാമീണതയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുൾവേലിയൊക്കെ അതേപോലെ കെട്ടിയുണ്ടാക്കുന്ന ആ ഒരു വഴി, അതെന്തായാലും നഗരത്തിൽ ജീവിക്കുന്നവർക്കൊരു പുതിയ കാഴ്ച തന്നെയായിരിക്കും. അത്യാവശ്യം ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഒരു കട അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഹൃദയം ഫിലിമിലും അതുപോലെ നമ്മുടെ കുഞ്ഞിരാമായണത്തിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഫേമസ് ആയ ഒരു പ്ലേസ് കാണാനായിട്ട് നിറയെ ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഞായറാഴ്ച ഇവിടെ നല്ല തിരക്കാണ്. അല്ലാത്ത ദിവസങ്ങളിലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ വാമല ക്ഷേത്രം എന്തായാലും അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള കാഴ്ചകളൊന്ന് കാണാം. അമ്പലത്തിലെ ദർശന സമയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിസിറ്റ് ചെയ്യാൻ ഏറെക്കുറെ വലിയ സമയത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. മുകളിലേക്കുള്ള വഴിയൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നന്നായി. കാരണം ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് ഏത് വഴിയെ കയറുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. എങ്ങനെയുണ്ട്? കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? അടിപൊളിയല്ലേ? മേലെ കയറി നോക്കാന്നേ, വൈബായിരിക്കും. എന്താ ഒരു സ്ലോവ് വേണ്ട നടത്തുന്നത്. തന്നെ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ വാമല ക്ഷേത്രം ഇവിടുന്ന്, മുരുകക്ഷേത്രം ഇവിടുന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കിട്ടില്ല മഴ കിട്ടിയിട്ടുണ്ട്. അത് മഴ എന്നൊരു പ്രശ്നമല്ല കേട്ടോ. കാരണം അത്ര വൈബാണ് ഇവിടെ. നോക്കിയാൽ മുകളിലേക്ക് ആകാശമാണെങ്കിലും ഈ ചുറ്റുള്ള ഒരു സീനറീസ് ആണെങ്കിലും മഴയൊന്നും നമുക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. എന്തായാലും എവിടെയൊന്ന് കയറി നിൽക്കട്ടെ. കുടയൊന്നും എടുത്തിട്ടില്ല, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള മഴ ഉണ്ടല്ലോ, ഓ മോനെ വേറെ ലെവല്. ഇതൊക്കെയാ ഇപ്പം ആ മലയുടെ മേലെ നോക്കിയാ എങ്ങനെയുണ്ട്? ഞാൻ മഴ
വന്നവരൊക്കെ ശരിക്കും പെട്ടിക്കണം കേട്ടോ. കാരണം കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല, മഴ കൊണ്ടിട്ട് പെട്ടിരിക്കുകയാണല്ലോ. അങ്ങനെ വാമലയിൽ വന്നിട്ട് എല്ലാ എന്താ പറയുക വെയിലും മഴയും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അടിപൊളിയാട്ടോ. ഒരു വൺ ടൈമെങ്കിലും നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു വൈബൊന്നും വേറെ തന്നെയാണ്. ഞാൻ 2 തവണ ഇതിൻ്റെ താഴെ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇത് വന്ന് കയറി കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അടിപൊളി. ഇത് കാണാൻ വരുന്നവരൊന്നും ഇത്തരം പരിപാടികളൊന്നും ഇവിടെ ചെയ്യരുതിട്ട് ഒരു റിക്വസ്റ്റാണ്. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലം എന്നറിയത്. മലിനപ്പെടുത്തല്ലേ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ. പരമാവധി നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ക്ലീൻ ആവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ. മഴ പെയ്തുകൊണ്ട് ചെറിയൊരു വാട്ടർഫാൾസൊക്കെ കാണാൻ പറ്റി, ചെറിയ രീതിക്ക്. അയ്യ വാമലയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്ത നല്ലൊരു സെൻറ്റർ പിടിച്ചിട്ട് ഉച്ചഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിനന്വേഷിച്ചപ്പോൾ നമുക്ക് അടുത്ത സെൻറ്ററിൽ തന്നെ ഒരു പഴയൊരു ഹോട്ടൽ കിട്ടിയിട്ടാണ്. അത്യാവശ്യത്തിന് ഓർഡർ അനുസരിച്ച് മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചെറിയ കട. അപ്പോൾ അവിടെ നിന്നുള്ള ഫുഡും അതുപോലെ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു സാധാരണ നാടൻ ഭക്ഷണം ചെറിയ ചിലവിൽ, അതായത് ഒരു 50 രൂപയ്ക്ക് അത്യാവശ്യം ഐറ്റങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു ഭക്ഷണം തന്നെയാണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പറ്റിയത്. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട ആ വയലിൻ്റെ നടുവിലൂടെ ഒറ്റ വഴിയായിട്ടുള്ള ആ ഒരു പഴയ വീടായിരുന്നു കേട്ടോ ഇനിയുള്ള ലക്ഷ്യം. കാരണം ഇത് ദൂരെ നിന്ന് നോക്കി കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അപ്പോൾ അതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഇത് വീഡിയോസിലൊക്കെ നിറയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ മാങ്കാവ് കളം എന്ന് പറയുന്ന ആ പുരാതനമായിട്ടുള്ള ഒരു വീട്. പഴയ ആ ഒരു വീടിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെയാണ് ഇത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം മാത്രമേ ഉള്ളൂ. ഒരു 3 റൂംസായിട്ടാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. ഒരു 3-5 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അടക്കും. എന്തായാലും അതിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ഇതാണ്. അതിൻ്റെ വ്യൂ വരുന്നത്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അവിടുത്തെ കെയർ ടേക്കർ എത്തിയ സമയത്ത് ആ ചേട്ടൻ ഞങ്ങളോട് അതിൻ്റെ ഉമ്മർത്ത് കയറിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തം നടന്ന് കണ്ടോളാനൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. 3 റൂംസായിട്ടാണ് ഒരു റെൻറ്റിന് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിന് ഒരു 3750 രൂപ, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു എയർമാഡ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ നമുക്ക് നോക്കി കാണുന്നത്. എന്തായാലും അതിൻ്റെ മുകളിലൊന്ന് കയറണം. ഇവിടുത്തെ ഒരു ഏർമാടത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, പച്ചപ്പാണ്. അതുപോലെ ഈ മാങ്കാവ് കളത്തിൻ്റെ ഫ്രണ്ടേജും. ഉള്ളിൽ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് കയറാൻ പറ്റിയിട്ടില്ല. ഇത് കുറച്ച് ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിന് മുകളിൽ നിന്നുള്ള വ്യൂ അങ്ങനെ ആയതുകൊണ്ട് മെനക്കെട്ട് കയറിയെന്ന് മാത്രം. എന്തായാലും ഇറങ്ങാം. പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ നല്ല അടിപൊളി ഒരു കുളം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കെട്ടിത്തിരിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇതിൽ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു മഴയോട് കൂടിയിട്ട് നല്ല പച്ചപ്പുണ്ട്. അതാണ് ഇവിടുത്തെ മെയിനായിട്ട് കാണാൻ കണ്ണിന് കുളിർമ ഉള്ള കാഴ്ചകൾ തരുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. പാലക്കാടിൻ്റെ തനത് ഗ്രാമീണത അറിഞ്ഞുകൊണ്ടുള്ള ഒരു വൺ ഡേ യാത്ര ഉണ്ട്. ഒരു ഞായറാഴ്ച ഫ്രീ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങി കാണാനുള്ള സ്ഥലം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്താ ഇവിടുത്തെ ഒരു ഗ്രീനറി നോക്കിയാൽ ആ പിന്നിൽ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു കാഴ്ച കേട്ടോ. അതുപോലെ ഈ തെങ്ങും അതുപോലെ ഈ വയലും. ശരിക്കും ഒരു പാലക്കാടിൻ്റെ ശരിക്കും സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു റൂട്ടിലൊക്കെ തീർച്ചയായിട്ടും സഞ്ചരിക്കണം.
നമുക്ക് വളരെ നാട്ടിൽ നിന്നാണെങ്കിൽ വളരെ ചെറിയൊരു ദൂരം മാത്രമേ ഇങ്ങോട്ട് വരുന്നു. മലകൾക്ക് മുകളിലായിട്ട് നല്ല കോടയൊക്കെ വരുന്നുണ്ട്. സീതാർകുണ്ട് വാട്ടർഫാൾസും ചിങ്ങഞ്ചിറൊക്കെ എല്ലാം ഈ റൂട്ടിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. കൊല്ലങ്കോട് നിന്ന് പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റ് എടുത്തിട്ടാണ് ഈ റോഡ്. എല്ലായിടത്തും ബോർഡുകളുണ്ട്, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് അല്ലാത്തൊരു സമയങ്ങളിൽ വരികയാണെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ട് ഈ ഒരു സ്ഥലം ഒക്കെ കണ്ടു പോകാവുന്നതാണ്. മിക്ക വീഡിയോസിലും അതുപോലെ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു ഫ്രെയിമിലുള്ള വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റൊക്കെ വരുന്നത്. എന്തായാലും സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കാറ്റുണ്ട്. എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്. ഇതൊക്കെ വന്ന് കാണാനായിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയാണ് കിട്ടിയത്. ജൂൺ മാസത്തിലെ യാത്ര ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അല്ലെങ്കിൽ ഈ ഒരു വർഷം കാര്യമായിട്ട് മഴ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിവിടെ ഈ കൊല്ലങ്കോട് ഏരിയയിൽ മഴ ഉണ്ട്. എന്നിരുന്നാലും മഴ കൂടുതലുള്ള സമയത്താണ് ഈ കാണുന്ന മലകളുടെ മുകളിൽ നിന്നുള്ള ഒരു വാട്ടർഫാൾസിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടുക. ഇതാണ് ആ ഒരു ഒറ്റയ്ക്കുള്ളൊരു വീടിൻ്റെ ഒരു ഏരിയ വരുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച ഈ മലകളുടെ മുകളിൽ നിന്ന് ആ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോഴുള്ള ഒരു കാഴ്ച ഭയങ്കര രസമായിട്ട് ഒരുപാട് വീഡിയോസിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് മഴ കൂടുതലുള്ളപ്പോൾ അല്ലെങ്കിൽ മഴ കൂടുതൽ തുടങ്ങിയ സമയത്താണ് അങ്ങനെ ഉണ്ടാവുക. സീതാർകുണ്ടിന് അടുത്തുള്ള ഒരു ഏരിയയാണ് കേട്ടോ അത്. നമുക്ക് ഈ മലയുടെ താഴെ നിന്ന് ഭയങ്കര വ്യൂ ആണ്. നല്ല വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ. ഇതിന് താഴെയായിട്ട് ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് സീതാർകുണ്ട് പോകുന്ന വഴിക്ക്. ആൽമരവും അതിനോടടുത്ത ക്ഷേത്രമൊക്കെ പാലക്കാടിൻ്റെ സ്ഥിരം കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ മഴ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ടീ ഷോപ്പ് തിരഞ്ഞു പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെല്ലഞ്ചേട്ടൻ്റെ ടീ ഷോപ്പ്. അതാണ് നമ്മുടെ അടുത്ത സ്പോട്ട് വരുന്നത്. ഫേമസ് ആയ നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് ഇനി ഞായറാഴ്ച കൊണ്ട് നേരെ ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര മണിക്ക് ഓപ്പൺ ചെയ്യും? ഒരു ചെറിയ പഴയ ചായക്കടയിൽ ഇത്ര തിരക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ. സത്യത്തിൽ അത് വെറുതെ ആയില്ല കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ആ ചായ അടിക്കുന്ന ശൈലിയാണെങ്കിലും എന്താ മൊത്തത്തിൽ ആ ഒരു ആംബിയൻസ്, അതിന് പുറമെ ഈ ചായ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ചായ തന്നെയാണ് കേട്ടോ. കുടിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള, നാവിൽ അതിൻ്റെ രുചി പോവാതെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു അടിപൊളി ചായ. ചെല്ലഞ്ചേട്ടൻ്റെ കടയുടെ ഇടത് ഭാഗത്തൂടെയുള്ള റോട്ടിൽ പോയി കഴിഞ്ഞാൽ ആ മലനിരകളുടെ നല്ലൊരു വ്യൂ കാണാം. ആ ഒരു ഫ്രെയിമിലുള്ള വീടിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട്, ഈ റൂട്ടിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ ഉണ്ട് എന്നുള്ളത് ചെല്ലഞ്ചേട്ടൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ ചെറിയൊരു പാലം കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയൊരു വഴിയാണ്. അപ്പോൾ ഈ വഴി കാണുമ്പോൾ ആ റോഡ് ക്ലോസ് ആയെന്നൊന്നും വിചാരിക്കേണ്ട. വീതി കുറഞ്ഞ വഴിയാണെങ്കിലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ റോഡിൻ്റെ എൻഡിലാണ് ഈ ഒരു ഭാഗം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുകളിൽ മലനിരകളുടെ ഒരു കാഴ്ച കിട്ടുന്ന അല്ലെങ്കിൽ ഒരു വീട് കാണാൻ പറ്റുന്ന ആ ഒരു ഏരിയയ്ക്ക് വരുന്നത്. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഫ്രെയിമിൽ കാണാറുള്ള നോക്കിയേ ആ ഒരു വീട് കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും എന്താണ് ഇതിൻ്റെ ഒറിജിനാലിറ്റി എന്നുള്ളത് മനസ്സിലാവുന്നത്. തീർത്തും ഭംഗിയുണ്ട്. വീഡിയോസിലും റീൽസിലും ഒക്കെ എത്തി ഇതിൻ്റെ ഒന്ന് ഒരു കളറൊക്കെ ചേർത്ത് വരുമ്പോൾ അടിപൊളിയായിട്ട് കാണാമെന്ന് മാത്രം.
അപ്പോൾ സിനിമകളിലൊക്കെ നിറഞ്ഞ നമ്മുടെ ചിങ്ങഞ്ചിറ. ചിങ്ങഞ്ചിറ ക്ഷേത്രം പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ പറഞ്ഞ പോലെ മഴ ഉണ്ടായിരുന്നു കുറച്ചു, ഇപ്പം മഴ ഇല്ല, അതുകൊണ്ട് സുഖമായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. ഒന്നും ചെയ്യണ്ട. ഇത് കണ്ട കൽപ്പട വന്ന് ആരും കരുതണ്ട. ഇത് കണ്ടില്ലേ, എല്ലാം സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സംഭവമാണ്. ഭയങ്കര ഒറിജിനലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തെർമോക്കോൾ സെറ്റ് ചെയ്തല്ലോ കേട്ടോ. അപ്പോൾ ഞാനും ബ്രദറും ഇതേപോലെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഈ ഒരു ഞായറാഴ്ച അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാവലിങ്ങിന് ഇറങ്ങി. പാലക്കാടിൻ്റെ കുറച്ച് ഏരിയ കവർ ചെയ്തിട്ട് ഒരു ദിവസത്തെ ഒരു ഏകദിന യാത്ര. സംഭവം എങ്ങനെ ഉണ്ടാന്ന് അജേട്ടാ, എന്താ എൻ്റെ അഭിപ്രായം? നമ്മൾ ഇന്നത്തെ ഒരു യാത്ര പ്രതീക്ഷിക്കാത്തൊരു യാത്രകളൊന്നും ഉണ്ടായില്ല. നമ്മൾ ശരിക്കും പ്രകൃതി എന്താണെന്ന് മനസ്സിലായി. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് പോകുമ്പോഴും നമ്മൾ കാണുന്നതിനെക്കാട്ടി എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് എന്താണ് കാണാനുള്ളത് എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും നമുക്ക് പാലക്കാടിൻ്റെ സൗന്ദര്യം എന്താണെന്നുള്ളത് ശരിക്കും നമ്മൾ ശരിക്കും ഒരു 20% കണ്ടിട്ടുള്ളൂ. കോഴിക്കോട് അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്ഥലങ്ങൾ, പല്ലശ്ശന എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ വളരെയധികം നന്നായിട്ടുണ്ടല്ലേ? വളരെ മനോഹരമാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടെങ്കിലും ഇത്ര ഒരു മനോഹരമായ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. പാലക്കാടിന്റെ ഉള്ളേരിയയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അതിമനോഹരം, സൂപ്പർ, നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു ദിവസം, എൻജോയ്. ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല കാലത്ത് ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ കാണാന്നുള്ള രീതിക്ക് ഇങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ച തട്ടിക്കൂട്ട് പരിപാടിക്കായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അത് വിചാരിച്ചതിനെക്കാട്ടിയും ഭയങ്കര മനോഹരമായ കാഴ്ചകൾ നമുക്ക് കിട്ടി. അതുപോലെ മഴ കിട്ടി, വെയിൽ കിട്ടി, എല്ലാ ക്ലൈമറ്റും നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ വാമലയുടെ മേലെ നിന്നുള്ള കാഴ്ചകളൊക്കെ അല്ലേ ഗംഭീരമായിരുന്നു. ആ മഴ കൊണ്ടതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല. അതും നമുക്കൊരു ആസ്വാദനമായിട്ട് മാറി അല്ലേ? എന്തായാലും സൺഡേ അടിപൊളിയായി. ഏകദിനം അടിച്ചു പൊളിക്കാൻ ഏറ്റവും നല്ല ആ റൂട്ട് അല്ലേ? ആയിക്കോട്ടെ, എന്തായാലും വീഡിയോ കാണുന്നവർ വരട്ടെ, എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.